പ്രസവിച്ചു കിടന്ന ഭാര്യയെയും ചോര കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നു. മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ചാ. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അള്ളാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10-13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞ പാവർത്ത എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ട് പറയുന്നു, മോനെ നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലയാ അവിടെന്ന് പറയുന്നു, കാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ്സാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത് അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ശമാശീലരുടെ കൂട്ടത്തിൽ താങ്കളെ അല്ലാഹു കണ്ടെത്തുന്നതാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അവിടെന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, കേട്ടിട്ടുണ്ടാ? യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം സൂറത്തുൽ കഹ്ഫ് എടുത്ത് നോക്കിയാൽ കാണാം. ഇന്ന് ഓതിയപ്പോൾ അതിനകത്തുണ്ട്, ഇന്ന യഅജൂജ സൂറത്തുൽ കഹ്ഫിലുണ്ട്. യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോക അവസാനത്തിന്റെ മുന്നോടിയായിട്ട് അവർ വരും. അവരിന്നും ജീവിച്ചിരിപ്പുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, 3 മക്കൾ, ആ മക്കളിലെ ഒരു മകന്റെ തലമുറയാണെന്ന് പറയുന്നത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ, ആ മക്കൾ 3 മക്കളാവുള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന് 3 മക്കളുണ്ട്. ആ 3 മക്കളുടെ ഒരു മകന്റെ തലമുറയിലാണ്. അവിടെ നിന്ന് പറയുന്നു, അന്ന റസൂലുള്ളാഹി ഇമാം അഹ്മദ് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല വലദ് നൂഹൻ സലാസ സാമുൻ അബുൽ അറബ് വഹാമുൻ അബു സുദാൻ വബായിസുൻ അബു തുർക്കികൾ ആ പരമ്പരയിൽപ്പെട്ടവരാണെന്ന് പറയുന്നത്. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകന്റെ പരമ്പരയിൽപ്പെട്ടവരാണ് ഈ യഅജൂജ് മഅജൂജ് എന്ന് പറയുന്ന ഒരു വിഭാഗം. ആ വിഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എവിടെയോ അടച്ചിട്ടിരിക്കുകയാണ്. തുർക്കിയിലൊക്കെ നമ്മൾ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ അത് വേറെ വിഷയങ്ങളാണ്. കൂടുതൽ അതിനെക്കുറിച്ച് ഞാൻ പഠിക്കാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം അവരിങ്ങനെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ലോക അവസാനത്തിൻ്റെ സമയമാകുമ്പോൾ, ലോക അവസാനിക്കുന്നതിൻ്റെ അടയാളങ്ങൾപ്പെട്ടതായി ഇവർ വരും. നമുക്കറിയാം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാലഘട്ടം വരുമ്പോഴാ വേറൊരുത്തം വരത്തില്ലേ, ദജ്ജാല്. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ആ വിഭാഗമൊക്കെ വരുമ്പോൾ യഅജൂജ് മഅജൂജ് ഇങ്ങനെ ഒരുപാട് തെളിവുകൾ വന്നിട്ടാണ് ലോകാവസാനം വരുന്നത്. ലോകാവസാനത്തിൻ്റെ അടയാളങ്ങൾ പെട്ടതാ ദജ്ജാല് വരും. വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. അല്ലാഹുവൻ എന്തുകൊണ്ട് അവൻ്റെ ശർറിൽ നിന്ന് കാക്കാൻ വേണ്ടി അത്തഹയ്യാത്തി ദുആ ചെയ്യണേ.
അത്തഹിയ്യാത്തിനകത്ത് നമ്മൾ ദുആ ചെയ്യുന്നു അവൻ്റെ ഷർറിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം എന്തെന്നറിയോ? അവൻ്റെ വലത് കയ്യിൽ സ്വർഗം, ഇടത് കയ്യിൽ നരകം. ഖബറിൻ്റെ അകത്ത് വന്നിട്ട് എഴുന്നേക്കടാ സിറാജ് എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തി കാണിക്കും. അങ്ങനെ ഖബറിനകത്ത് കിടക്കുന്ന മനുഷ്യനെ വിളിച്ചുണർത്തി കാണിക്കും. അവൻ്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മളൊക്കെ നമ്മൾ വിചാരിക്കും ഉസ്താദെ അവൻ വരുന്നതിന് മുമ്പേ നമ്മൾ പോത്തില്ലേന്ന്, അല്ലേ? അവൻ വരുന്നതിന് മുമ്പ് എന്താണ് പോത്തില്ലേ? അവൻ വരുന്നതിന് മുമ്പ് നമ്മൾ പോകും. പിന്നെന്തിനാ നമ്മൾ പേടിക്കണമെന്ന് ചിന്തിക്കുന്നു? മഹാനായ നബിഗിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും ദുആ ചെയ്തു തഹയ്യാത്തിൽ, പടച്ചവനെ ദജ്ജാലിൻ്റെ ഷർറിൽ നിന്ന് കാക്കണേന്ന്. കാരണം എന്തെന്നറിയോ? ഖബറിൽ കിടക്കണവനെ ചിലപ്പം വിളിച്ചോണ്ടിട്ട് അവൻ ചോദിക്കും ഞാനാ റബ്ബ് പറയാൻ. ഖബറിൽ കിടക്കുന്നവന് ദുനിയാവി ജീവിച്ചിരിക്കുന്നവരെ പോകട്ടെ, പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനി വന്നിട്ട് ഇങ്ങനെ വിളിക്കും ഷാജി എഴുന്നേക്ക് എന്ന് പറഞ്ഞ് വിളിച്ചു നോക്കിയിട്ട് സ്വർഗവും നരകം കാണിച്ചിട്ട് ഞാനാ റബ്ബെന്ന് പറഞ്ഞ അള്ളാഹു കാക്കുമാറാകട്ടെ. അതാ അവൻ്റെ ഷർ അത്രയും ഷർറാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പം അങ്ങനെ ആ കാലഘട്ടത്തിലാണ് യഅജൂജും മഅജൂജ് എന്ന് പറയുന്ന ഈ വിഭാഗമൊക്കെ വരുന്നത്. അപ്പൊ ചരിത്രം പറയുകയാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് യഅജൂജും മഅജൂജും എല്ലാ ദിവസവും അവർ പടച്ചവനെ അവിടുന്ന് ഒരു തുരങ്കം, അവരെ ഒരു അണക്കെട്ട് പോലെ എന്തോ ഒന്നിനകത്ത് അല്ലാഹു അടച്ചിട്ടിരിക്കുകയാണ്. ഇവരെന്ത് ചെയ്യും? എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ പുറത്തിറക്കാൻ വേണ്ടി ഇങ്ങനെ തുരക്കും. ഇങ്ങനെ തുരക്ക് എങ്ങനെയെങ്കിലും ഇപ്പം ജയിലിൽ നിന്നൊക്കെ 2-3 ദിവസം മുമ്പ് പത്രത്തിലുണ്ടായിരുന്നു, ഇസ്രയേലിൻ്റെ ജയിലിനകത്ത് നിന്ന് 6 സഹോദരങ്ങൾ, ജയിൽ പുള്ളികൾ കുഴിയെടുത്തിട്ട് രക്ഷപ്പെട്ടു. എവിടുന്ന? ഏറ്റവും വലിയ എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് അവർക്കുള്ളത്, അതിനകത്തുനിന്ന് പോയി. ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ അടച്ചിട്ടിരിക്കല്ല, അവരിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചരിത്രം പറയുന്നത് പോയി സർവ്വതും നശിപ്പിച്ചു കളയും, സർവ്വതും നശിപ്പിച്ചു കളയും. വെള്ളമൊക്കെ ഇങ്ങനെ കുടിക്കും, മീനൊക്കെ അങ്ങനെ കഴിയുമെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പം ഇവരെല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ തുരക്കും. എങ്ങനെ രക്ഷപ്പെടാൻ? പുറത്തിറങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ തുരങ്കമുണ്ടാക്കും, മാന്തിയൊക്കെ റെഡിയാക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അങ്ങനെ ഇവരെല്ലാവരും ഇങ്ങനെ തുരന്നുകൊണ്ടിരിക്കും. സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ ഇവരുടെ കൂടെ ഉള്ള ഒരാൾ പറയും ഇന്ന് പണി നിർത്ത്, ഇനി ബാക്കി നാളെ. അങ്ങനെ അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാനിങ്ങനെ വളരെ എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിലും ഹദീസാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ ഇവരുടെ മേൽനോട്ടം വഹിക്കുന്ന നേതാവ് പറയും, സൂര്യൻ അസ്തമിക്കാൻ സമയമാകുമ്പോൾ പറയും ഇന്നത്തെ പണി കഴിഞ്ഞു, ഇനി നമുക്ക് ബാക്കി നാളെ പണിയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തിരിച്ചു പോകും. അവിടെ നിന്ന് ആ മതിൽ പൊളിക്കുന്നതിൽ നിന്ന്, ആ തുരങ്കം പൊളിക്കുന്നതിൽ നിന്ന് ഇവരെല്ലാവരും വൈകുന്നേരമാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകും. പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പോൾ പഴയ അവസ്ഥയിലേക്ക് തന്നെ ആയിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ രാവിലെ വന്ന് നോക്കുമ്പോൾ എങ്ങനെയാണ് പണി തുടങ്ങിയത് അതേ അവസ്ഥയിൽ തന്നെ എത്തി. വീണ്ടും തുറക്കും. വൈകുന്നേരമാകുമ്പോൾ ഇവരുടെ നേതാവ് പറയും വാ പോയിട്ട് നമുക്ക് നാളെ വരാം. അങ്ങനെ പോകും. പിറ്റേ ദിവസം വരുമ്പോഴും ഇതേപോലെ തന്നെ. ഇങ്ങനെ വർഷങ്ങളായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർ പുറത്തിറങ്ങാത്ത. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അങ്ങനെ വർഷങ്ങളായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രഭാതം മുതൽ പ്രദോഷം വരെ മതിലിങ്ങനെ തുരന്നുകയാണ്. വൈകുന്നേരമാകുമ്പോ നേതാവ് പറയുന്നു പണി നിർത്തിക്കോ, ഇനി നാളെ രാവിലെ തുടങ്ങാം. അല്ലാഹുവേ, രാവിലെ സുബഹി ബാങ്ക് വിളിച്ചു കഴിയുമ്പോ പഴയ അവസ്ഥയിലേക്ക് വീണ്ടും ആ തുരങ്കമങ്ങ് ഒരുമിക്കുകയാണ്. ഇങ്ങനെ വർഷങ്ങളായി ലോകാവസാനത്തിന്റെ സമയം അടുക്കുന്നത് വരെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവരെങ്ങനാ പുറത്തിറങ്ങുന്നതെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യഅജൂജും മഅജൂജും എന്ന് പറയുന്ന വിഭാഗത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവരെങ്ങനെയാണ് പുറത്തിറങ്ങുന്നതെന്നറിയുമോ? പടച്ചവനെ,
ഒരു ദിവസം അതാ ഇവരെല്ലാവരും തുരങ്കം ഇങ്ങനെ തോണ്ടുകയാണ്. അവർ രക്ഷപ്പെടുന്നതിന് വേണ്ടി തോണ്ടുകയാണ്. പിറ്റേ ദിവസം അവരന്ന് പണി അവസാനിപ്പിച്ചു. അന്നവർ പിരിഞ്ഞു പോയി. പിറ്റേ ദിവസം രാവിലെ വരുമ്പോ എല്ലാ ദിവസത്തിനേക്കാളും ഒരു വ്യത്യാസം കാണുകയാ. എല്ലാ ദിവസവും പണി അവസാനിപ്പിക്കും. നാളെ രാവിലെ വന്ന് നമുക്ക് ബാക്കി പണിയാമെന്ന് പറഞ്ഞ് ഇവരെല്ലാവരും തുരങ്കത്തിൻ്റെ പണി നിർത്തിയിട്ട് പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും പഴയ അവസ്ഥയിൽ പിന്നെ ഒന്നേന്ന് തുടങ്ങും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോകും. രാവിലെ തിരിച്ചു വരുമ്പോൾ എവിടെയാണോ പണി നിർത്തിയത് അതുപോലെ അവസ്ഥയിൽ അവശേഷിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാ ഹദീസ്. എവിടെയാണോ പണി നിർത്തിയത്, സാധാരണ പെയിന്റ് ഇത്രയും നല്ല പൂശി ക്ലിയർ ആക്കി വെച്ചു, എന്നിട്ട് ഇങ്ങനെ തോണ്ടി 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 കുഴിയാക്കി, അപ്പോൾ ഇത്തിരി കൂടെ ഉണ്ട്, വാ നമുക്ക് നാളെ വരാം എന്ന് പറഞ്ഞു പോയിട്ട് രാവിലെ വരുമ്പോൾ വീണ്ടും തേച്ച് ക്ലിയറാക്കി വെച്ചിരിക്കുക. വീണ്ടും തോണ്ടും, വീണ്ടും പോകും, വീണ്ടും വരും. എന്നാൽ ഒരു ദിവസം ഇവർ പണി നിർത്തിയിട്ട് പോയി രാവിലെ തിരിച്ചു വരുമ്പോൾ പണി നിർത്തിയതുപോലെ അന്ന് നേരെയായിട്ടില്ല. അതിൻ്റെ കാരണം എന്തെന്നറിയോ? അന്നത്തെ ദിവസം പണി നിർത്തിയിട്ട് പോകുന്ന സമയം ഇവരുടെ നേതാവ് പറയും, ഇൻഷാ അല്ലാ ബാക്കി നാളെ വന്ന് പണിയാം, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞ്? ഇൻഷാ അല്ലാ. ഖിയാമത്ത് നാൾ അടുക്കുന്നത് വരെ അത് പറയൂല. അതാ മനസ്സിലാക്കണ്ടേ. ഖിയാമത്ത് നാൾ അടുത്തു വരുന്നത് വരെ അങ്ങനെ പറയില്ല. പക്ഷെ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ സമയമെടുക്കുമ്പോൾ ഇവരുടെ നേതാവ് പറയും, ഇന്നത്തെ പണി നിർത്തി, ഇൻഷാ അല്ലാ ബാക്കി നമുക്ക് നാളെ വന്ന് പണിയാം. ആ ഇൻഷാ അല്ലാ പറഞ്ഞിട്ട് അവർ പോകും. പിറ്റേ ദിവസം വന്നു നോക്കുമ്പോൾ പണി നിർത്തിയ സ്ഥലത്ത് അങ്ങനെ തന്നെ നിൽക്കും. അങ്ങനെയാണ് അവർ തോണ്ടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെയാണ് ഇൻഷാ അള്ളയുടെ പവർ. പഠിച്ചോ, അതാണ് ഇൻഷാ അള്ളയുടെ പവർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുതെ നിസാർ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് പറയലല്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതാണ് ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിലൂടെ അല്ലാഹുവിന്റെ സഹായം അവിടെ നിന്ന് വരികയാണ്. പടച്ച റബ്ബിന്റെ സഹായം അവർക്ക് ലഭിക്കുകയാണ്. അങ്ങനെ യജൂജും മഅജൂജും പിന്നെയും തുരക്കുന്നു. തുരന്നവർ പടച്ചവനെ അത് പൊളിച്ചിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഇൻഷാ അല്ലാ എന്ന് പറയുന്ന രംഗം വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകന്മാരെ ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ എടുത്ത് നോക്ക്. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, ഹിദർ നബി അലൈഹിസ്സലാം, ഇവര് തമ്മിലുള്ള ഒരു സംഭാഷണം പരിശുദ്ധ ഖുർആനിൽ കാണാം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പ്രവാചകന്മാർ ഇൻഷാ അല്ലാ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഖുർആനിൽ എടുത്തു നോക്കിയ ഒരു മനോഹരമായ ചരിത്രം കാണാം. ആരുടെ ചരിത്രം? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഹിദർ നബി അലിഹിസ്സലാം, മഹാനായ മൂസാ നബി അലിഹിസ്സലാം, ഇവർ രണ്ടുപേരും ഒരു യാത്ര നടത്തി. ഒരു സംഭാഷണമുണ്ട്. ഖുർആൻ മനോഹരമായൊരു ചരിത്രമാണ്. മനോഹരമായ ചരിത്രം. സത്യം പറഞ്ഞാൽ അതൊക്കെ വായിച്ചു നോക്കേണ്ടത് എന്ത് ഇൻട്രസ്റ്റ് എന്നറിയോ? വളരെ മനോഹരമായ രീതിയിൽ മനസ്സുകളിൽ വല്ലാതെ കയറിപ്പറ്റുന്ന ചരിത്രങ്ങൾ ഖുർആനിലുണ്ട്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ സ്വാബിറൻ വലാ അഅസി ലക അംറ. മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം ഇങ്ങനെ യാത്ര പോകുമ്പോൾ മൂസാ നബി അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, എന്നെ കൂടെ കൊണ്ടുപോകോ? നിനക്ക് ക്ഷമയില്ല, എൻ്റെ കൂടെ വന്നാൽ ശരിയാവില്ല. കാരണം എന്തേ? പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള പ്രവാചകൻ ആരാപ്പാ പറ? ആരാ? ഈസാ നബിയോ? ഏത് നബിയാ? പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ആളാരാ? വല്ലാത്ത ആരോഗ്യവാനുമാണ്, വലിയ ദേഷ്യമാണ്. ആര്? മൂസാ നബി അലൈഹിസ്സലാം. ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നുകളഞ്ഞു. ബനു ഇസ്രായേൽപ്പെട്ട ഒരു പാവപ്പെട്ടവനെ ഇട്ട് തല്ലുന്നത് കണ്ടപ്പോൾ ഒരെണ്ണ കൊടുത്തുള്ളൂ, വീണപ്പോഴെ ഒറ്റയടിക്ക് കൊന്നുകളഞ്ഞു. ആ ദേഷ്യത്തിലടിച്ചു. എന്തിന്? തൗറാത്ത് എന്ന് പറയുന്ന കിതാബ്, നമ്മുടെ ഖുർആൻ പോലെ അള്ളാഹു കൊടുത്ത കിതാബാ തൗറാത്ത്. ഈ തൗറാത്ത് എന്ന് പറയുന്ന കിതാബ് വാങ്ങാൻ
40ഓളം ദിവസം നോമ്പ് പിടിച്ച് ഒറ്റയ്ക്കിരുന്നിട്ട് തൂരിസീന പർവ്വതത്തിൻ്റെ മുകളിൽ പോയിട്ട് അള്ളാടെ കയ്യിൽ നിന്ന് കിതാബും വാങ്ങിച്ചിട്ട് വരുമ്പോൾ കണ്ട കാഴ്ച എന്തെന്നറിയോ? പോകുമ്പോൾ തൻ്റെ കൂടപ്പുറപ്പിനെ പിടിച്ച് തൻ്റെ ജനങ്ങളെയൊക്കെ നോക്കിക്കൊള്ളണം, തൻ്റെ സമുദായത്തെ മുഴുവനും നോക്കണമെന്ന് പറഞ്ഞിട്ട് യഹിയാ നബി അലിഹിസ്സലാമിനെ ഏൽപ്പിച്ചിട്ട് പോവാ. പള്ളിയിൽ നിന്ന് പോകുമ്പോൾ മെയിൻ ഇമാം അസിസ്റ്റൻ്റ് ഇമാമിനെ ഏൽപ്പിച്ചിട്ട് പോകണ പോലെ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് പോയി നോക്കിക്കൊള്ളണം, എല്ലാവരും നോക്കിക്കൊള്ളണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാണുന്ന ആ രംഗം എന്തെന്നറിയോ? പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്, പശുവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന രംഗമാ കാണുന്നത്. കയ്യിലിരുന്ന കിതാബ് എടുത്ത് ഒറ്റ ഏറ്. ദേഷ്യം വന്നിട്ട് തൻ്റെ കയ്യിലിരുന്ന കിതാബ് താഴെ എറിഞ്ഞു, പൊട്ടിപ്പോയെന്ന്. യാ യഹ്യാ ഖുദിൽ കിതാബ് ഖുർആൻ പറയുന്നു. യഹ്യാ നബിയുടെ താടിയിൽ കയറി പിടിച്ചെന്ന ഒരൊറ്റ പിടി. നിന്നോട് ഏൽപ്പിച്ചിട്ട് പോയിട്ട് എന്തായി കാണിക്കണേ? ഇത്രയും ദേഷ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൂസാ നബി അലിഹിസ്സലാമിൻ്റെ റൂഹ് പിടിക്കാൻ അസ്രായിൽ അലിഹിസ്സലാം കടന്നു വന്നു. നേരെ വന്നിട്ട് കയറി അങ്ങ് പിടിച്ചു. വേദന സഹിക്കാൻ പറ്റാതെ ഒരൊറ്റ അടി അസ്രായിലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി എന്ന് ചരിത്രം പറയുക. ഒരൊറ്റ അടി അടിച്ചു, ഇസ്രായേലിൻ്റെ കണ്ണ് പൊട്ടിപ്പോയി. അള്ളാഹുവിൻ്റെ അടുക്കൽ പോയിട്ട് പരാതി പറഞ്ഞു. അന്ന് മുതലാ നിയമമാക്കിയത്, പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയ അനുവാദം ചോദിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചരിത്രം പറയുന്ന അന്ന് മുതലാണ് നിയമം വന്നത്. പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കാൻ പോയി എന്ത് ചെയ്യണം? അനുവാദം. അതുകൊണ്ടാണ് മഹാനായി നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അസ്രായിൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്തിനാ അസ്രായിലെ വന്നത്? അള്ളാഹു പറഞ്ഞു വിട്ടതാണ്. എന്ത്? റൂഹ് പിടിക്കാൻ പറഞ്ഞു വിട്ടതാ. അനുവാദം തന്നാൽ പിടിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ രോഗസന്ദർശനം നടത്തിയിട്ട് തിരിച്ചു പോകാൻ പറഞ്ഞു. നമ്മളോട് ചോദിക്കുമോ? സിറാജ വന്നതാ, പിടിക്കട്ടെ എന്ന് ചോദിക്കുമോ? എവിടെ പിടിച്ചിട്ട് പോയിട്ടുണ്ടാകും. അപ്പോഴേ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പം മൂസാ നബി അലിഹിസ്സലാം, മൂസാ നബിയോട് യഹിയ അവിടെ നിന്ന് ഹിദർ നബി അലിഹിസ്സലാം പറഞ്ഞു, നിനക്ക് ക്ഷമ കുറവ്, എൻ്റെ കൂടെ വന്നാൽ പറ്റത്തില്ല. ഇല്ല, ഞാൻ ക്ഷമിച്ചു കൂടെ ഇരുന്നോളാം, ഞാൻ സമാധാനത്തോടു കൂടി ഇരുന്നോളാം. അള്ളാഹുവിൻ്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനീ ഇൻഷാ അല്ലാഹു സ്വാബിറൻ വലാ അഅസീ ലക അംറാ. അദ്ദേഹം പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ക്ഷമയുള്ളവനായി താങ്കൾ എന്നെ കണ്ടെത്തുന്നതാണ്. ഞാൻ താങ്കളുടെ ഒരു കൽപ്പനയ്ക്കും എതിർ പ്രവർത്തിക്കുന്നതല്ല. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ഞാൻ ക്ഷമയുള്ളവനാ, ഞാൻ അങ്ങ് പറയുന്ന കാര്യങ്ങൾക്കൊന്നും എതിര് പ്രവർത്തിക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അവിടെ നിന്ന് ചരിത്രം പറയുന്നുണ്ട്, രണ്ടുപേരും ഇങ്ങനെ സഞ്ചരിക്കാം, ഇങ്ങനെ നടന്നു പോകുന്നു. പടച്ചവനെ ഒരു കുഞ്ഞിനെ കണ്ടു കളിച്ചുകൊണ്ടിരിക്കുക, പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ച കൊന്നുകളഞ്ഞു. ഹിദർ നബി അലൈഹി സ്വലാം ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ മൂസാ നബിക്ക് പടച്ചവനെ കണ്ടിട്ട് സഹിക്കുക, നിങ്ങൾ എന്ത് പണിയാ കാണിച്ച് ചോദിച്ചു കളഞ്ഞ ഒറ്റ ചോദ്യം. ആ കളിച്ചോണ്ടിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളഞ്ഞല്ലോ. അങ്ങ് പെട്ടെന്ന് വൈലൻ്റായി. ഹിദർ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ നിൻ്റെ അടുത്ത് അപ്പോഴേ പറഞ്ഞതല്ലേ, എൻ്റെ കൂടെ വന്നാൽ നിനക്ക് ക്ഷമിക്കാൻ പറ്റൂല. ഇല്ല ഇല്ല, ഒന്നുമില്ല അവിടെ നിന്ന് പറഞ്ഞു ഇല്ല. രണ്ടാമതൊരു നാട്ടിൽ പോയി. ഒരു നാട്ടിൽ പോയപ്പോൾ പച്ചവെള്ളം പോലും ഒരു മനുഷ്യൻ കൊടുക്കണില്ല, ഒരാളും സഹായിക്കുന്നില്ല. രണ്ടുപേരെ കണ്ടിട്ട് ഒരു പരിചയമോ ഒരാളും കുടിക്കാനുള്ള വെള്ളം പോലും കൊടുക്കണില്ല. അങ്ങനെ ഒരു പരിഗണനയും കൊടുക്കാതിരിക്കുമ്പോഴാണ് ഒരു മതിലിടിഞ്ഞു വീഴാൻ പോകുന്നത്. ഹിദർ നബി അലൈഹി സ്വലാം ഓടി ചെന്നിട്ട് മതിൽ പിടിച്ചിട്ട് നേരെയാക്കി കൊടുക്കുക. മൂസാ നബി ചോദിച്ച്, പച്ചവെള്ളം പോലും തരാത്ത ഇവരുടെ ഈ മതിൽ നേരെയാക്കാൻ നടക്കുക. അപ്പോഴും ചോദിച്ചു, അല്ലേ, വല്ലാത്ത ചോദ്യം. ഇപ്പോഴാ ചോദിക്കണത്, ഈ മതിൽ പിടിച്ച് നേരെയാക്കുന്നു, എന്തായി കാണിക്കണത്? അവിടെ നിന്ന് ചോദിച്ചു. അപ്പോഴും ഹിദർ നബി പറഞ്ഞു, നിൻ്റെ അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞതാ, നിനക്ക് ക്ഷമ കുറവാ, എൻ്റെ കൂടെയുള്ള യാത്ര ശരിയാവൂല. ഇനി നീ എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ അപ്പം തീരും നമ്മുടെ യാത്ര. ഇനി എന്തെങ്കിലും എന്നോട് ചോദിച്ചാൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുന്നു, കപ്പലിനകത്ത് കയറി, ബോട്ടിനകത്ത് കയറിയപ്പോൾ വെള്ളത്തിൽ കൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. ഉടനെ എന്ത് ചെയ്യുക? ബോട്ടിൻ്റെ പലകകളൊക്കെ ഇളക്കിയിട്ട് കളയുക. കടലിൽ കൂടെ പോണ ബോട്ടിൻ്റെ പലക ഇളക്കി എങ്ങനെ ഇരിക്കും? പടച്ചവനെ, മൂസാ നബി അപ്പോഴും വൈലൻ്റായി. അപ്പോഴും പറഞ്ഞു, തീർന്നു, ഇനി നമ്മൾ യാത്രയില്ല, തീർന്നു യാത്ര, ഇനി നമ്മൾ തമ്മിൽ ഒരുമിച്ചുള്ള യാത്രയില്ല. എന്നിട്ട് 3 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. കുട്ടിയുടെ കുന്നുകളയാനുള്ള കാരണമെന്താ? ആ മതിൽ നേരെയാക്കാനുള്ള കാരണമെന്താ? ഈ ബോട്ട് ഇളക്കി നശിപ്പിക്കാനുള്ള കാരണമെന്താ? ഇത് 3ഉം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് യാത്ര അവസാനിപ്പിച്ചു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അത് വലിയ ചരിത്രമാണ്. അത് പിന്നീട് സമയം നമുക്ക് പഠിക്കാം എന്തായിരുന്നു.
വെറുതെ പറഞ്ഞു കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ആ 3 കാര്യങ്ങൾ പഠിക്കണമെങ്കിൽ അതിന് പറഞ്ഞു തരണോ? ഇനിയിപ്പോൾ ഉറക്കം വരാതിരിക്കണ്ട, തീരാറായി ഇൻഷാ അല്ലാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തിനാ ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത്? അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, ഈ കുഞ്ഞു വളർന്നു വന്നാൽ ഇവരുടെ മാതാപിതാക്കളെ തന്നെ കൊല്ലും. ഈ കുട്ടി എപ്പോഴേ കൊന്നില്ലെങ്കിൽ, ഈ കുട്ടി ഇപ്പം നശിപ്പിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇവൻ വളർന്നു വന്നു കഴിഞ്ഞാൽ സ്വന്തം മാതാപിതാക്കളെ തന്നെ എതിരായി കൊല്ലുന്നൊരവസ്ഥ, അവർക്ക് തന്നെ വലിയ ശാപമാകുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് അവനെ നശിപ്പിച്ച് കളഞ്ഞത്. രണ്ടാമത് പറഞ്ഞു, എന്തുകൊണ്ടാണ് വീഴാൻ പോയ മതിൽ നേരെയാക്കിയത്? അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഒരു സ്വാലിഹായൊരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ ആ മതിലിനടിയിൽ ഒളിച്ചു വെച്ചിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് കിട്ടാൻ. യതീമായ മക്കൾക്ക് അവരുടെ കയ്യിൽ കിട്ടുന്നതിന് വേണ്ടി അതിനടിയിൽ കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മതിലിളകി വീണ അത് നാട്ടുകാർ കാണും, യതീമിൻ്റെ കയ്യിൽ കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ ആ മതിൽ നേരെയാക്കി വെച്ചത്. കപ്പലിനകത്ത് നിന്ന് പലകയെടുത്ത് കളയാൻ കാരണം, അപ്പുറത്ത് ശത്രുക്കളായ ഒരു രാജാവ് നിൽക്കുന്നുണ്ട്. നല്ല കപ്പൽ കണ്ടാൽ ആ കപ്പൽ പിടിക്കും, അതിനകത്തുള്ളവരെയൊക്കെ കൊന്നുകളയും. അപ്പം നല്ല കപ്പലുകൾ നോക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കപ്പലൊരു പോരായ്മയുള്ള കപ്പലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇളക്കിക്കളഞ്ഞത്. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും, യാത്ര തിരിഞ്ഞ് രണ്ടുപേരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മൂസാ നബി പറഞ്ഞു, എന്ത്? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖാല സതജിദുനി ഇൻഷാ അല്ലാഹ്. മൂസാ നബി ഇൻഷാ അല്ലാഹ് പറഞ്ഞു എന്ന് ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വിവാഹിതനാകുന്ന അവസരമുണ്ടല്ലോ, അദ്ദേഹം വിവാഹം ചെയ്യുന്ന സ്ത്രീയുടെ പിതാവ് അദ്ദേഹത്തോട് പറയുകയാ, നമുക്ക് ചരിത്രമറിയാം, ഫിർഔനിന്റെ നാട്ടിലല്ലേ മൂസാ നബി കഴിഞ്ഞിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടുന്നതാ തന്റെ ഗോത്രക്കാരനായ ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പാവപ്പെട്ടവന് അവിടുന്ന് തല്ലിച്ചതയ്ക്കുന്നത് കണ്ടപ്പോ സഹിക്കാൻ കഴിയാതെ ഒരടി വെച്ചു കൊടുത്തു. ഒരു മനുഷ്യനങ്ങ് വീട് മരിക്കുകയാണ്. അവസാനം മൂസാ നബി നാട് വിടുകയാ. മൂസാ നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, മൂസാ, നിന്നെ പിടിക്കാൻ ഫിർഔനിന്റെ പട്ടാളക്കാര് വരുന്നുണ്ട്. ഇട്ടിരുന്ന വസ്ത്രത്തോടെ മൂസാ നബി അലൈഹിസ്സലാം ഓടുകയാണ്. ജോർദാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് പോകുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈജിപ്തിലൊക്കെ പോകുമ്പോ നമുക്ക് ആ സ്ഥലങ്ങളൊക്കെ കാണാം. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര ചെയ്തു. അവസാനം ചരിത്രം അറിയുമല്ലോ, അല്ലാഹുവേ, ഒരു മരത്തിൽ ചാരിയിരുന്നിട്ട് മൂസാ നബി ദുആ ചെയ്യുന്നു, അല്ലാ, എനിക്കാരുമില്ല അല്ലാ, നീയല്ലാതെ ആരുമില്ല പടച്ചവന്, പരിചയമില്ലാത്ത നാടാണല്ലോ, നീ എന്നെ സഹായിക്കണേ അല്ലാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ചരിത്രമറിയുമല്ലോ, 2 പെൺകുട്ടികൾ വെള്ളം കോരാ നിൽക്കുന്നു, അവരെ സഹായിക്കുന്നു. സഹായിച്ചതിന് ശേഷമാണ് ദുആ ചെയ്തത്. അത് കഴിഞ്ഞ പെൺകുട്ടികൾ വന്നിട്ട്, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു നിങ്ങൾക്ക് പ്രതിഫലം തരാൻ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുപോയ ചരിത്രമറിയുമല്ലോ. ഖാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദാ ഇബ്നതൈ ഹാതൈൻ അലാ അൻ തഅജുറനി 8 ഹിജജ് ഫഇൻ അതംത 10 ഫമിൻ ഇൻദിക വമാ ഉരീദു അൻ അശുഖ അലൈഹി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ്സാലിഹീൻ. മൂസാ നബി അവിടെ നിന്ന് പറഞ്ഞ രംഗം പറയുകയാണ്. ആരായിരുന്നു മൂസാ നബി വെള്ളം കോരാ സഹായിച്ച പെൺകുട്ടികളുടെ വാപ്പയാരാ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം പടച്ചവനെ അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. ആ ശുഐബ് നബി പറയുകയാണ്, നീ 8 വർഷം എനിക്ക് കൂലിവേല ചെയ്യണം എന്ന വ്യവസ്ഥയിൽ എൻ്റെ 2 പെൺമക്കളിൽ നിന്ന് ഒരാളെ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ശുഐബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, 8 കൊല്ലം നീ ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ എൻ്റെ 2 പെൺമക്കളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാം. ഇനി 10 വർഷം നീ പൂർത്തിയാക്കുകയാണെങ്കിൽ അത് നിന്റെ ഇഷ്ടം.
8 10 വർഷം നിൽക്കുവാണെങ്കിൽ അൽഹംദുലില്ലാ, അത് നിന്റെ ഇഷ്ടം. നിനക്ക് പ്രയാസമുണ്ടാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അള്ളാഹു ഉദ്ദേശിക്കുന്ന പക്ഷം നല്ല നിലയിൽ വർത്തിക്കുവാൻ നിനക്കുണ്ട്. ഒരാളെ നിനക്ക് വിവാഹം കഴിച്ചു തരാം, 8 വർഷം നിൽക്കണം, ഇല്ല ഇനി 10 ആണെങ്കിൽ 10, നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇൻഷാ അള്ളാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ നിൽക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ശുഐബ് നബി അലൈഹിസ്സലാം ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞതിന് തെളിവ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം എടുത്തു നോക്ക്. 10 13 വയസ്സുണ്ട് ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവേ, അപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് കടന്നു വരുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. പടച്ചവനെ, ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും മക്കത്ത് കൊണ്ടുവന്ന് 2 മലകൾക്ക് നടുവില് കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. പ്രസവിച്ച് കിടന്ന ഭാര്യയെയും ചോരക്കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് പോയതാണ്. വർഷങ്ങൾ കഴിഞ്ഞു, മകനോട് സ്നേഹമുണ്ടായി. അങ്ങനെ മകനെ കാണാമെന്നോ, മകനെ കണ്ടപ്പോ വലിയ സ്നേഹമായി. എവിടെയും വാപ്പയും മകനും ഒരുമിച്ചാ. വാപ്പയ്ക്ക് തന്റെ മകനോട് സ്നേഹം കൂടിയപ്പോ അള്ളാഹു ഒന്ന് ടെസ്റ്റ് ചെയ്തു. എന്നോടാണോ സ്നേഹം, മകനോടാണോ സ്നേഹം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് സ്വപ്നം കാണുകയാണ്. അങ്ങനെ തന്റെ പൊന്നുമകനെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനായ 10 13 വയസ്സിന്റെ ഇടയിൽ പ്രായമുള്ള പൊന്നാര മകന്റെ ചാരത്ത് വന്നിട്ട് അവിടുന്ന് ഇബ്രാഹിം നബി പറഞ്ഞ പാവർത്ത എന്തെന്നറിയുമോ? ഫലമ്മാ ബലഗ മഅഹു സഅയ് ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ ഖാല യാ അബതി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 13 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ കുട്ടിയുണ്ടല്ലോ, ഇബ്രാഹിം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഖലീലായ പ്രവാചകന് വന്നിട്ട് പറയുന്നു, മോനെ, നിന്നെ അറുത്തു കൊടുക്കാൻ അള്ളാഹു പറഞ്ഞിരിക്കുകയാണ്. വാപ്പ സ്വപ്നം കാണുന്നു മോനെ, വാപ്പ സ്വപ്നം കാണുന്നു മോനെ. ആ സമയത്ത് മകൻ പറഞ്ഞ മറുപടിയാ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലയാ അവിടെന്ന് പറയുന്നു, കാല യാ അബത്തി ഫഅൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹ് മിനസ് സ്വാബിരീൻ. ഇസ്മായിൽ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ അവിടെന്ന് പറയുന്നു, വാപ്പാ വാപ്പാ, അല്ലാഹു എന്താണോ പറയുന്നത്, അല്ലാഹു എന്താണോ കൽപ്പിക്കപ്പെട്ടത്, അത് താങ്കൾ ചെയ്തു കൊള്ളുക. അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം, അല്ലാഹു ഉദ്ദേശിക്കുന്ന പക്ഷം ശമാശീലരുടെ കൂട്ടത്തിൽ താങ്കളെ അല്ലാഹു കണ്ടെത്തുന്നതാണ്. ഇസ്മായിൽ എന്ന് പറയുന്ന പൊന്നുമകൻ അവിടെന്ന് പറഞ്ഞു, ഇൻഷാ അല്ലാഹ്, അവിടെന്ന് പറഞ്ഞു എന്ന് പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അവിടെന്ന് ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. ഖുർആൻ പറയുന്ന 4 മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. നമുക്കറിയാം, യൂസുഫ് നബിയുടെ ചരിത്രം അറിയാം. ചെറിയ പ്രായത്തിൽ കുഞ്ഞായിരുന്ന സമയത്ത് മാതാപിതാക്കളെ നഷ്ടപ്പെട്ട പ്രവാചകന യൂസുഫ് നബി അലൈഹിസ്സലാം. അവിടുന്ന് ജയിലിൽ പോയി അടിമയായി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനം ഈജിപ്തിൻ്റെ ഭരണാധികാരിയായി. അങ്ങനെ തൻ്റെ വാപ്പയും ഉമ്മയും തൻ്റെ മാതാപിതാക്കൾ ഈജിപ്തിൻ്റെ രാജാവായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വരിക. യൂസുഫ് നബിയെ കാണാൻ വരുമ്പോ അവിടെന്ന് പറയുന്നു, ഫലമ്മാ ദഖലു അലാ യൂസുഫ അവാ ഇലൈഹി അബവൈ വഖാല ദഖുലൂ മിസ്റ ഇൻഷാ അല്ലാഹു ആമിനീൻ. തന്റെ വാപ്പയായ
ഉമ്മയായ യഅ്കൂബ് നബി അലൈഹിസ്സലാമും തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയും അവിടെ നിന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കാണുന്നതിന് വേണ്ടി മിസ്ർ എന്ന് പറയുന്ന നാട്ടിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു, അല്ലാഹു ഇൻഷാ അല്ലാഹ് നിർഭയത്വത്തോടുകൂടി നിങ്ങൾ പ്രവേശിച്ചുകൊള്ളൂ. യൂസുഫ് നബിയും പറഞ്ഞു, ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം ഇൻഷാ അല്ലാഹ് എന്ന് സൂചിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങളുണ്ട്. ഇത് പ്രവാചകന്മാർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രവാചകന്മാർ പറഞ്ഞത്. ഇനി ഖുർആൻ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒരു പശുവിനെ അറുക്കുന്നതിന് വേണ്ടി അല്ലാഹു കൽപ്പിക്കുന്നതായി മൂസാ നബി അലൈഹിസ്സലാം തന്റെ ജനതയെ അറിയിച്ചപ്പോൾ അവരുടെ മറുപടിയും ഇപ്രകാരമായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാം തൻ്റെ സമുദായത്തോട് പറഞ്ഞു, ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. വലിയൊരു കഥയാ, അതിനകത്ത് പഠിക്കേണ്ട ചില പാഠങ്ങളുമുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ചെറിയ പോരായ്മകൾ വന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, പ്രായച്ചിത്തമായിട്ട് ഒരു പശുവിനെ അറുത്തു കൊടുക്കണം. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു പശുവിനെ അറുത്തു കൊടുക്കണമെന്ന് പറഞ്ഞു. ഏതെങ്കിലും ഒരു പശുവിനെ അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഒരു പശുവിനെ അറുത്തു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരെണ്ണത്തിന് അറുത്തു കൊടുത്താൽ മതിയായിരുന്നു. ഇവർ ചോദിച്ചു, മൂസ അല്ലാഹയോട് ചോദിക്കാൻ എങ്ങനത്തെ പശുവിനെ അറക്കണ്ടേന്ന് ചോദിക്കാൻ പാടുണ്ടോ? എടാ പറഞ്ഞാൽ ചെയ്തോണം, കൂടുതൽ ചോദ്യം പാടില്ല എന്ന് ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്താ പറഞ്ഞു? മൂസാ നബിയോട് ചോദിച്ചു, അല്ലാഹയോട് ചോദിക്കാൻ ഏത് പശുവിനെ, എങ്ങനെയുള്ള പശുവിനെ അറക്കണം. അപ്പം പിന്നെ അല്ലാഹ് എന്താ പണി കൊടുത്തു? ലോകത്ത് കിട്ടാത്ത ഒരു പശുവിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു. ലോകത്ത് കിട്ടാത്ത ഒരു പശുവിൻ്റെ അടയാളം പറഞ്ഞു കൊടുത്തു. അങ്ങനെ പശുവിനെ തെരഞ്ഞ് അവസാനം ഒരു പശുവിനെ കിട്ടി. പടച്ചവനെ, അതിൻ്റെ തൂക്കത്തിനനുസരിച്ച് സ്വർണ്ണ നാണയം കൊടുത്തിട്ട് അവസാനം വാങ്ങിയത്. അപ്പം ഈ ചരിത്രം പറയുന്നത്, ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം, കൂടുതൽ ചോദിക്കാൻ നിന്നാൽ പണി കിട്ടും. അല്ലാഹു കാക്കുമാറാകട്ടെ. അതാ പറഞ്ഞത്, കൂടുതൽ ചോദ്യമൊന്നും വേണ്ട. അപ്പം തിന്നാ പോരെ, അങ്ങനെ എന്താ അപ്പം തിന്നാ പോരെ? ചുമ്മാതെ പറഞ്ഞതല്ല ആൾക്കാർ. അല്ല ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യണം. എടാ അല്ല പറഞ്ഞു പോയി കിടക്കടാ മിനായിൽ. എന്തിനാ അല്ല അവിടെ പോയി കിടക്കുന്നത്? ചോദിക്കാൻ പാടുണ്ടോ? നീ പോയി കിടക്ക്. സഫായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മിനായി പോയി കിടക്കാൻ പറഞ്ഞാൽ കിടക്കണം, മുസ്തലിഫയിൽ പോയി കിടക്കട കല്ല് പറക്കടാന്ന് പറഞ്ഞാൽ പറക്കണം. അതന്നെ. എന്തിനെന്നുള്ള ചോദ്യം വേണ്ട. ഞാൻ പറയും, ഞാൻ യജമാനൻ, നീ എൻ്റെ അടിമ, മര്യാദയ്ക്കനുസരിച്ച് കൊള്ളണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പം മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് പോയിട്ട് തൻ്റെ സമുദായത്തോട് പറഞ്ഞപ്പോൾ അവരും പറഞ്ഞു, അവരെ പറഞ്ഞ മറുപടി എന്താണ്? ഖാലു ദുഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹിയ ഇന്നൽ ബഖറ തസാബഹ അലൈനാ വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ. അവരും പറഞ്ഞു ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ചെയ്തു കൊള്ളാം. അപ്പോൾ അവരും ഇൻഷാ അല്ലാഹ് പറഞ്ഞു. ഖുർആൻ നമുക്കത് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ എടുത്ത് നോക്കിയാൽ മതി. അല്ലാഹ് പറയുന്നുണ്ട് എങ്ങനത്തെ പശുവിനെയാണ് പിന്നെ അറക്കാൻ പറഞ്ഞതെന്ന്. ഇങ്ങനത്തെ നിറമുള്ള, ഇങ്ങനത്തെ കൊമ്പുള്ള, ജനങ്ങൾ കാട്ടിൽ വളർത്തിയ, ഒരാൾ കിട്ടാത്ത സാധനം. അവിടെയും തന്ത്രമുണ്ട്. അവസാനം ഒരു യതീമായ കുട്ടിയുടെ വളർത്തുന്ന പശു, ഒരു യതീമായ കുട്ടി വളർത്തുന്ന പശു. അവൻ ചോദിച്ച കാശ്, സ്വർണ്ണ നാണയം തൂക്കി കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അള്ളാഹു വലിയ ഐഡിയപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതാ അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും ഒന്നിച്ചു മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നതായി ഹിജ്റ പോയതിനു ശേഷം മദീനയിൽ വെച്ച് അവിടെ സ്വപ്നം കണ്ട് ഈ കാര്യം വിശുദ്ധ ഖുർആൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലൊക്കെ ഇൻഷാ അല്ലാഹ് പറഞ്ഞതായി ഖുർആൻ പറയുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ലഖദ് സദഖല്ലാഹു റസൂലഹു അർറുയാ ബിൽ ഹഖ് ലതദ്ഖുലന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹു ആമിനീൻ محلقين رؤوسكم ومقصرين لا تخافون فعلم ما لم تعلم فجعل من دون ذلك فتحا قريبا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയും സ്വഹാബത്തിന്റെ ചരിത്രം മദീനയിൽ വെച്ച് അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് പറഞ്ഞതായി
പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പഠിപ്പിച്ചു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചകന്മാര് ഇൻഷാ അല്ലാഹ് പറഞ്ഞതിന് തെളിവുണ്ട്. ഇൻഷാ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ അല്ലാഹു ഇൻഷാ അല്ലാഹയെ കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പറയാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്തും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് റബ്ബേ, ഈ നന്മ ജീവിതത്തിൽ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് ഇനി മുതൽ ഇൻഷാ അല്ലാഹ് എന്ത് കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോഴും ഇൻഷാ അല്ലാഹ് പറയണം. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അതിനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. എന്താ ഇൻഷാ അല്ലാഹ് പറയല്ലേ? ഇൻഷാ അല്ലാഹ് പറയല്ലേ? അപ്പടി ഇൻഷാ അല്ലാഹ് പറ. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയുന്നതിലൂടെ 4 പ്രയോജനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ കിട്ടുന്ന 4 പ്രതിഫലം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇരിക്കൂലേ? ആഹാരം ഉണ്ടോ? ഇപ്പം ഇന്ന് ആഹാരം ഇല്ലേ? ഇൻഷാ അല്ലാഹ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോകാം. അൽഹംദുലില്ലാ. 3 സ്വലാത്ത് സ്വല്ലല്ലാഹു യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പറയുന്ന മനുഷ്യന് 4 പ്രതിഫലം, 4 പ്രയോജനം അവൻ്റെ ജീവിതത്തിലുണ്ട്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്നിത് പറഞ്ഞിട്ട് പിരിയാം. വ്യാഴാഴ്ച മാഷാ അല്ലാഹ് തവക്കൽത്തു അലല്ലാഹ് പഠിച്ചില്ലേ? തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം 7 എണ്ണം പഠിച്ചിട്ടുണ്ട്. തവക്കൽത്തു അലല്ലാഹ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന 7 പ്രതിഫലം പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് എന്ന് പറയുന്നതിൽ ഉണ്ടെന്ന പ്രതിഫലം നമ്മൾ പഠിച്ചു. ഇനി 4 എണ്ണം കൂടെ പഠിക്കാനുണ്ട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മാഷാ അല്ലാഹ് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ തബാറക്കല്ലാഹ് കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇപ്പോഴാണ് അൽഹംദുലില്ലാ, ഇപ്പം സത്യം പറഞ്ഞാൽ എനിക്ക് ക്ലാസ് കൊണ്ട് പ്രയോജനമുണ്ട്. നിങ്ങളെക്കാളും പ്രയോജനം എനിക്കാണ്. കാരണം എന്തേ, അത്രയും സാധാരണ വഴുതിന് പോകുമ്പോൾ വിഷയം നോക്കാൻ സമയം തന്നെ ഇല്ല. ഇന്ന് പ്രസംഗിച്ച് തന്നെ നാളെ പ്രസംഗിക്കും, നാളെ എല്ലായിടത്തും ഒരാഴ്ചയൊക്കെ ഒരു വിഷയം തന്നെ. ഇപ്പോൾ എങ്ങനെ? ഇപ്പം എനിക്ക് വലിയ കഷ്ടപ്പാടാണ്. എന്നും വഴുത് വെക്കാൻ ഇരിക്കേണ്ടത് നിങ്ങൾ തന്നെ. അപ്പോൾ എന്നും പുതിയ വിഷയം പറയണം. അതാ ഏറ്റവും വലിയ പണി. എന്ത് പാടാന്നറിയോ? ഖുറാനും ഹദീസും മാത്രം പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വല്ലതും തിരിയോ? ചുമ്മാ ഇരിക്കും, ഉറക്കം തോന്നും. അപ്പോൾ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഒരു തിരക്കഥ എഴുതുന്ന പോലെ ഒരു സിനിമ ഉണ്ടാക്കാൻ വലിയ പാടാപ്പാ. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മുടെ ഇൽമിൽ അള്ളാഹു വിശാലത നൽകുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. അപ്പോൾ അൽഹംദുലില്ലാ, എനിക്കും പ്രയോജനമുണ്ട്. പുതിയ പുതിയ വിഷയങ്ങൾ എല്ലാ ആഴ്ചയിലും 2 വിഷയം വേണം. എല്ലാ ആഴ്ചയിലും പുതിയ 2 വിഷയം. അൽഹംദുലില്ലാ, റബീഉൽ അവ്വൽ വരുന്നുണ്ട്. 12 ദിവസവും നമ്മൾ വഅദ് പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബി